സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത്, ഇന്ന് ഞാൻ പത്രത്തിൽ വായിച്ച 10 വാർത്തകളെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ വായിച്ച ഏതെങ്കിലും വാർത്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കമന്റ് ചെയ്യാം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാനത് തിരുത്തി തരുന്നതാണ്. അതുപോലെ ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ 13ാമത്തെ ദിവസമാണ്. 75 ദിവസം 75 ക്ലാസ്. നമുക്ക് ശ്രദ്ധിക്കാം. കേരള ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ called upon the people to be extremely cautious as the next 2 weeks will be crucial after the end of the Onam festival. കേരള ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ കോൾഡ് അപ്പോൺ ദ പീപ്പിൾ, ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. എന്താണ് ആഹ്വാനം ചെയ്തത്? ടു ബി എക്സ്ട്രീംലി കോഷ്യസ്, വളരെ അധികം ശ്രദ്ധാലുക്കളായിരിക്കണം, ജാഗരൂകരായിരിക്കണം. എന്താണ് കാരണം? എന്താണ്? ആസ് എന്നുള്ള അവിടെ ബിക്കോസ് ആണ് വന്നിരിക്കുന്നത്. ആസ് ദി നെക്സ്റ്റ് 2 weeks വിൽ ബി ക്രൂഷ്യൽ, അടുത്ത 2 ആഴ്ച വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ആഫ്റ്റർ ദി എൻഡ് ഓഫ് ദി ഓണം ഫെസ്റ്റിവൽ, ഓണം കഴിഞ്ഞിട്ടുള്ള ഈ 2 ആഴ്ചകൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അദ്ദേഹം സംസാരിക്കുന്നത് കോവിഡ് വ്യാപനത്തെ പറ്റിയാണ്. ഓണത്തിന്റെ സമയത്തൊക്കെ ഒരുപാട് പേര് വെളിയിൽ ഇറങ്ങി, അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. 3 notorious interstate drug peddlers have been arrested by the anti-narcotics wing of city police in Bangalore. 3 notorious ആയിട്ടുള്ള, notorious എന്ന് പറഞ്ഞാൽ കുപ്രസിദ്ധരായിട്ടുള്ള എന്നാണ് അർത്ഥം. നമ്മൾ പ്രശസ്തിക്ക് ഫേമസ് എന്നാണ് പറഞ്ഞല്ലേ, കുപ്രസിദ്ധിക്ക് notorious എന്നാണ്. ഇന്റർസ്റ്റേറ്റ് ഡ്രഗ് പെഡ്ലേഴ്സ്, ഈ സ്റ്റേറ്റുകൾ തമ്മിലുള്ള അതിലേക്ക് നടന്ന് വ്യാപാരം നടത്തുന്ന ഡ്രഗ് പെഡ്ലേഴ്സ്. എന്താണ് അവര്, എന്ത് വ്യാപാരം അവർ നടത്തുന്നത്? അവര് ഈ മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്നവരാണ്. അവരെ ഹാവ് ബീൻ അറസ്റ്റഡ്, അവരെ അറസ്റ്റ് ചെയ്തു. ആര്? ബൈ ദി ആന്റി നർക്കോട്ടിക്സ് വിങ്. ആന്റി നർക്കോട്ടിക്സ് വിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നർക്കോട്ടിക്സ് എന്നാണ്, മയക്കുമരുന്ന്. അപ്പൊ ആന്റി നർക്കോട്ടിക്സ്, മയക്കുമരുന്ന് എതിരെയുള്ള ഒരു വിങ് ആണ്. ആരുടെ? സിറ്റി പോലീസിന്റെ. എവിടെ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്? ഇൻ ബാംഗ്ലൂരു. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പാസീവ് വോയിസിലാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടെ പ്രധാനപ്പെട്ട എന്താണ്? ഈ 3 പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് പ്രാധാന്യമുള്ളത്, അല്ലെ? അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ന്യൂസ് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ നമ്മൾ പാസീവ് വോയിസ് വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അതിന്റെ 2 ചാപ്റ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് പഠിക്കണം. A COVID-19 patient was assaulted in an ambulance in ആറന്മുള. ഒരു COVID-19 പേഷ്യന്റിനെ, രോഗിയെ വാസ് അസോൾട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അസോൾട്ട് ചെയ്തു. എവിടെ വെച്ച്? ആറന്മുള വെച്ച്. എവിടെയായിരുന്നു അദ്ദേഹം? ഒരു ആംബുലൻസിനകത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ ശ്രദ്ധിക്കുക, ഇതും ഒരു പാസീവ് വോയിസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ബൈ സമ്മൺ. ഇത് ബൈ ആരാണ് ഇത് ചെയ്തതെന്നുള്ളത് അറിയത്തില്ല, അതുകൊണ്ടാണ് അവിടെ കൊടുക്കായിരുന്നത്. ഇനിയിപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ 2ാമത്തെ പാരഗ്രാഫ് നോക്കിയേ. ദ പോലീസ് ആൻഡ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ മാറ്റർ. പോലീസും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും അതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അല്ലേ? എന്താണ്? COVID-19 ആരുടെയും കുഴപ്പം കൊണ്ട് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ഉപദ്രവിക്കാനോ ഒന്നും പോകരുത്, ശ്രദ്ധിക്കുക. റിപ്പോർട്ട് സെയ്സ് ദാറ്റ് കസ്റ്റംസ് സൂപ്രണ്ടന്റ് ലീഗ് സ്വപ്ന സ്റ്റേറ്റ്മെന്റ് ടു മീഡിയ. റിപ്പോർട്ടുകൾ പറയുന്നത് കസ്റ്റംസ് സൂപ്രണ്ടന്റ് ആണ് സ്വപ്ന സുരേഷിന്റെ സ്റ്റേറ്റ്മെന്റ് മീഡിയയ്ക്ക് കൊടുത്തത്, പത്രക്കാർക്ക് കൊടുത്തതെന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊരു ന്യൂസിന്റെ ഒരു ശൈലിയാണ്. ഇതാരാണ് പറയുന്നതെന്ന് ഒന്നും വ്യക്തമായിട്ട് പറയത്തില്ല, ഇതിന് ഉറവിടം പറയത്തില്ല. അങ്ങനെയാണ് റിപ്പോർട്ട് പറയുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഞാൻ ആ ന്യൂസ് ഇംഗ്ലീഷിന്റെ അകത്ത് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. സിറ്റിസൺസ് കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് യുണൈറ്റഡ് കിങ്ഡം wrote a letter to CBI saying that a suicide thought inducing drug and antidepressant Nexito could have driven Bollywood star Sushant Singh Rajput to death. ഇവിടെ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശത്തിന് വേണ്ടിയുള്ള ഒരു കമ്മീഷൻ ആണ്. ഇവിടുത്തെ യുണൈറ്റഡ് കിങ്ഡത്തിലെ, ബ്രിട്ടനിലെ ഒരു കമ്മീഷൻ റോട്ട് എ ലെറ്റർ, ഒരു എഴുത്തെഴുതി. ആർക്കാണ് എഴുതിയത്? CBIക്കാണ് എഴുതിയത്. എന്താണ് പറഞ്ഞത്? സെയിങ് ദാറ്റ് എ സൂയിസൈഡ് തോട്ട് ഇൻഡ്യൂസിങ് ഡ്രഗ്, അതായത് ആത്മഹത്യ പ്രേരണ ഉണ്ടാക്കുന്ന ഒരു മരുന്ന്. അവിടെ ശ്രദ്ധിക്കുക, ഡ്രഗിന് മരുന്നാകാം, മയക്കുമരുന്നാകാം. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു അത് അവരെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? മരുന്ന് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണ്? ബാക്കി പറയുന്നത് ആന്റി ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നിരാശ, അത് ഇല്ലാതാക്കാനുള്ള ഒരു മരുന്ന്. അപ്പൊ ആ മരുന്നിന്റെ പേരാണ് നെക്സിറ്റോ. അതിന് വേറൊരു കുഴപ്പമുണ്ട്. എന്താണ്? അത് നമുക്കൊരു സൂസൈഡ് തോട്ട് ഉണ്ടാക്കും. ഈ ആന്റി ഡിപ്രഷൻ ഡ്രഗിന് അതിന്റെ ഒരു ദൂഷ്യഫലമാണ്.
നമുക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടാക്കും. കുഡ് ഹാവ് ഡ്രിവൺ, അതായിരിക്കാം നയിച്ചത്, എന്തിലേക്ക് നയിച്ചത്? മരണത്തിലേക്ക്. ആരെ? സുശാന്ത് സിംഗ് രാജ്പൂത്തിനെ എന്നായിരുന്നു ഇവിടെ പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല, കുഡ് ഹാവ് ഡ്രിവൺ എന്നാണ് പറഞ്ഞത്, അതായിരിക്കാം നയിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ കണ്ടതാണ് അല്ലെ, കുഡ് ഹാവ് ഒക്കെ എവിടെയാണ് ഉപയോഗിക്കുന്നുള്ള തീർച്ചയായിട്ടും കാണുക. ഒഫീഷ്യൽസ് ഹാവ് ബിഗൺ ഓൾ പ്രിപ്പറേഷൻസ് ടു റെസ്യൂം കൊച്ചി മെട്രോ സർവീസസ് ഫ്രം സെപ്റ്റംബർ 7. അധികൃതര്, ഒഫീഷ്യൽസ് ഹാവ് ബിഗൺ, ആരംഭിച്ചു. എന്താണ് ആരംഭിച്ചത്? ഓൾ പ്രിപ്പറേഷൻസ്, ഒരുക്കങ്ങളും ചെയ്തു. എന്തിനു വേണ്ടി? ടു റെസ്യൂം കൊച്ചി മെട്രോ സർവീസസ് ഫ്രം സെപ്റ്റംബർ 7. റെസ്യൂം ചെയ്യാന്ന് പറഞ്ഞാൽ പുനരാരംഭിക്കുക എന്നുള്ളതാണ്. ആ മെട്രോ റെയിൽ സർവീസസ് പുനരാരംഭിക്കാനുള്ള എല്ലാ പ്രിപ്പറേഷൻസും ചെയ്തു. ഓൾസോ KMLR കൊച്ചി മെട്രോ ആണ്, ഹാസ് temporarily slashed their ticket fares ahead of resuming the services as the part of Unlock 4.0. KMLR എന്ത് ചെയ്തു? കൊച്ചി മെട്രോ എന്ത് ചെയ്തു? ടെമ്പറലി സ്ലാഷ്ഡ് ദ ടിക്കറ്റ് ഫെയർസ്. ടെമ്പററി ആയിട്ട്, താൽക്കാലികമായിട്ട് അതിന്റെ ടിക്കറ്റിന്റെ തുകയും കുറച്ചു. എപ്പോഴാണ്? എഹെഡിന് മുമ്പിൽ തന്നെ കുറച്ചു. എന്തിനു മുമ്പിൽ? റെസ്യൂമിംഗ് ദ സർവീസസ്. റെസ്യൂമിംഗ് എന്ന് പറഞ്ഞാൽ പുനരാരംഭിക്കുക. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡസ് നോട്ട് എക്സ്പെക്ട് വൈഡ് സ്പ്രെഡ് വാക്സിനേഷൻസ് അഗൈൻസ്റ്റ് COVID-19 until the middle of next year, a spokeswoman said on Friday. ഒരു അവരുടെ പ്രതിനിധി, WHO പ്രതിനിധി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? WHO പ്രതീക്ഷിക്കുന്നില്ല, ഡസ് നോട്ട് എക്സ്പെക്ട് ഒരു വൈഡ് സ്പ്രെഡ് വാക്സിനേഷൻസ്. വൈഡ് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാപകമായിട്ടുള്ള ഒരു വാക്സിനേഷൻ WHO പ്രതീക്ഷിക്കുന്നില്ല. എന്തിനെതിരായിട്ട്? അഗൈൻസ്റ്റ് കോവിഡ്-19 ഒരു വാക്സിനേഷൻ പ്രതീക്ഷിക്കുന്നില്ല. എപ്പോൾ വരെ? അണ്ടിൽ ദ മിഡിൽ ഓഫ് നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം മിഡിൽ വരെ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരള റാങ്ക്ഡ് എ ലോ ഇൻ ദി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് ഓഫ് ദി സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ബൈ ദ ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ്. ഈ DPIIT എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ കേരളത്തെ റാങ്ക്ഡ് ലോ, കേരളത്തിന്റെ ചെറിയ റാങ്കാണ് കിട്ടിയത്. എന്തിനാണ് ആ റാങ്ക്? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്. ഈസ് ഓഫ് എന്ന് പറഞ്ഞാൽ എളുപ്പം എന്നുള്ളതാണ്. ഈസ് അല്ലെ, ഈസ് ഓഫ് ഡൂയിങ് എന്തിനുള്ള എളുപ്പം? ഡൂയിങ് ബിസിനസ് ചെയ്യാനുള്ള എളുപ്പത്തിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡോക്യുമെന്റേഷൻ ആകാം, പ്രോസസ്സിംഗ് ആകാം, ആ സ്പീഡ് ആകാം, എന്താണ് ബിസിനസ്സിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തില് കേരളത്തിന് വളരെ താഴ്ന്നൊരു റാങ്കാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുകയാണ്, ആന്ധ്രാപ്രദേശ് ഹാസ് ടോപ്പ് ദ ലിസ്റ്റ്. ആന്ധ്രാപ്രദേശിനാണ് 1ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത്. ആൻഡ് കേരള റാങ്ക്ഡ് 28. കേരളത്തിന് 28ാമത്തെ റാങ്കാണ് കിട്ടിയത്. ഇതിവിടെ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നവംബർ 3 നടക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഡൊണാൾഡ് ട്രംപ് എന്താണ് പറഞ്ഞതെന്ന് ശ്രദ്ധിക്കാം. ഡൊണാൾഡ് ട്രംപ് said that he would think that Indian Americans would vote for him in the November 3 presidential election. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉറപ്പുണ്ട്, ഇന്ത്യൻ അമേരിക്കൻസ്, അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യൻസ്, പൗരത്വമുള്ളവര് വുഡ് വോട്ട് ഫോർ ഹിം, അദ്ദേഹത്തിന് വോട്ട് ചെയ്യും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇനി പറയുകയാണ്, പ്രൈം മിനിസ്റ്റർ മോഡി ഈസ് എ ഫ്രണ്ട് ഓഫ് മൈൻ. പ്രൈം മിനിസ്റ്റർ മോദി എൻ്റെ ഒരു സുഹൃത്താണ്. ആൻഡ് ഹി ഈസ് ഡൂയിങ് എ വെരി ഗുഡ് ജോബ്. അദ്ദേഹം നല്ലതായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. നത്തിങ് ഈസ് ഈസി, ഒന്നും എളുപ്പമല്ല. ബട്ട് ഹി ഹാസ് ഡൺ എ വെരി ഗുഡ് ജോബ്. പക്ഷേ അദ്ദേഹം നല്ല കാര്യങ്ങളാണ് അവിടെ ചെയ്തത്. ട്രംപ് സെഡ്, ഇതാണ് ട്രംപ് പറഞ്ഞത്. നോർവേജിയൻ ഫുഡ് ജെയിന്റ് ഓർക്ല ടു ബൈ 67.8% stakes in Eastern for 1,356 crore. നോർവേജിയൻ ഫുഡ് ജെയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭീകരൻ എന്നൊക്കെ പറയത്തില്ലേ, അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബിസിനസ് ജെയിന്റ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബിസിനസ്സിൽ നല്ല വലിയ ഒരു ഫുഡ് ബിസിനസ്സുകാരാണ് നോർവേയിലെ. അതിന്റെ പേരാണ് ഓക്ല. ടു ബൈ, വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ ഈസ് ബൈങ് എന്നാണെങ്കിൽ പറയാം. ഈസ് ബൈങ് എത്ര പെർസെന്റ്? 67.8% ഷെയർ ആരുടെ? ഈസ്റ്റേണിന്റെ. എത്ര രൂപയ്ക്ക് വാങ്ങിക്കാൻ പോകണം? 1356 കോടി രൂപയ്ക്ക്. ദ എൻഡ് സ്റ്റേക്ക് ബൈ ഔട്ട് ആൻഡ് മെർജർ വിൽ ടേക്ക് 18 months. ഇത് മൊത്തം തീർക്കാൻ വേണ്ടി, അതായത് ഈ ഓഹരി വാങ്ങിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം മെർജറും എല്ലാം കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഏകദേശം 18 മാസം എടുക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ വായിച്ച ഒരു വാർത്തയെങ്കിലും നിങ്ങൾ താഴെ ഇംഗ്ലീഷിൽ എഴുതുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ്.